രാജ്യാന്തര അവയവ കച്ചവടത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുത്തേക്കും. സംഘത്തിൽ കൂടുതൽ മലയാളികളുണ്ടെന്നാണ് കണ്ടെത്തൽ. പിടിയിലായ തൃശൂർ സ്വദേശി സാബിത്തിന്റെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തും. സാബിത്ത് ഇറാനിലേക്ക് കടത്തിയ 20 പേരിൽ ഒരാൾ പാലക്കാട് സ്വദേശിയാണ്. കേസിൽ കൊച്ചി സ്വദേശിയെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. വൃക്ക നൽകാൻ തയ്യാറായാൽ 60 ലക്ഷം രൂപയാണ് സാബിത്ത് ദാതാക്കൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. അർജുൻ മട്ടന്നൂർ, പണം ആവശ്യമുള്ളവരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവരിലേക്ക് എത്തുന്ന ഒരു സംഘത്തിലെ ഒരു കണ്ണിയാണോ സാബിത്ത്, അതോ സാബിത്താണോ ഈ കണ്ണികളെ നിയന്ത്രിച്ചിരുന്നത്? ഈ ടീമിനെ കുറിച്ച് ഇപ്പോൾ സാബിത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സുജയ, ഈ അവയവ കടത്ത് നടത്തുന്ന സംഘത്തിലെ ഒരു കണ്ണിയാണ് ഇയാളെന്നാണ് പറയുന്നത്. ഇന്നലെ ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ അറിയിച്ചത് പ്രകാരമാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചിരുന്നു. ഇയാൾ ഇറാനിൽ നിന്ന് കുവൈറ്റ് വഴി കേരളത്തിലേക്ക് എത്തുമ്പോഴാണ് ഇയാൾ പിടിയിലായത്. ഇയാളെ ഇന്നലെ നെടുമ്പാശ്ശേരി പോലീസ് ചോദ്യം ചെയ്ത് വരികയായിരുന്നു. ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് 20 പേരെങ്കിലും ഇയാൾ ഇറാനിൽ എത്തിച്ച് ഇത്തരത്തിൽ അവയവം ദാനം നടത്തിച്ചിട്ടുണ്ട് എന്നാണ്. ഇതിൽ ഒരാൾ മലയാളിയാണ്. കൂടുതലും പേരും ഉത്തരേന്ത്യക്കാരാണ് ഈ സംഘത്തിന്റെ ഇരയായിട്ടുള്ളത്. 19ഓളം പേർ ഉത്തരേന്ത്യക്കാരാണ്. പക്ഷെ കൂടുതൽ ആളുകൾ ഇരയായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയുള്ള ആളുകളെ കണ്ടെത്തി അവരോട് ഇത്തരത്തിൽ പണം വാഗ്ദാനം ചെയ്തുകൊണ്ട് വിദേശത്തേക്ക് എത്തിക്കുകയും ഇറാനിൽ എത്തിക്കുകയും അവിടെ ഇത്തരത്തിലുള്ള നിയമ തടസ്സങ്ങളില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയാണ് ആദ്യം. അതിനുശേഷമാണ് ഇറാനിലെ ഫരീദാബാദ് എന്ന ആശുപത്രിയിൽ എത്തിച്ചാണ് കൂടുതൽ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കിഡ്നി നൽകിയാൽ 60 ലക്ഷം രൂപ വരെ നൽകാം എന്നാണ് വാഗ്ദാനം. തുടർന്ന് ഈ ആദ്യഘട്ടത്തിൽ 10 ലക്ഷം രൂപ നൽകുന്നു. തുടർന്നാണ് ഇറാനിൽ എത്തിക്കുന്നത്. അതിനുശേഷം കിഡ്നി ദാനം ചെയ്ത ശേഷം അവരെ കബളിപ്പിക്കുന്നുണ്ട് എന്നും പോലീസ് പറയുന്നു. അതായത് ഈ പണത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇവർക്ക് പലപ്പോഴും നൽകുന്നത്. 5 വർഷം മുൻപ്, അതായത് 2019 മുതൽ ഇയാൾ ഈ സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. മാത്രവുമല്ല ഈ സംഘത്തിൽ കൂടുതൽ മലയാളികളുണ്ട്. ഇതിൽ ഒരു മലയാളി കൂടി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് സൂചന. എന്നാൽ പോലീസ് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. റൂറൽ പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ് എന്ന വിവരം മാത്രമാണ് ലഭിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറെ കാലമായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇയാളുടെ അറസ്റ്റ് നടന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ ഈ കേസ് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. അവർ പ്രാഥമിക വിവരശേഖരണം നടത്തി വരുന്നുണ്ട്. എന്തായാലും ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാബിത്തിനെ ഇപ്പോൾ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഇയാളുടെ വിരലടയാളം അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കുകയാണ്. അതിനുശേഷം മെഡിക്കൽ പരിശോധന നടത്തിയ ശേഷം ഇന്ന് ഉച്ചയോടുകൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സുജി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.